എന്നാണ്. ഗലീല എന്ന ആ വാക്കിന്റെ അർത്ഥം ഏതാ പണ്ഡിതന്മാർ ഒരു വിധത്തിൽ പറയുന്നത് പർപ്പസ് ഓഫ് റിവീലിംഗ് സംതിങ് എന്നാണ്. ചിലത് വെളിപ്പെടുത്തുന്ന സ്ഥലം. യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം ആ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ടായിരുന്നു. അവിടെ യേശു ആരെന്ന് വെളിപ്പെടുത്തി. ഗലീല എന്ന ആ സ്ഥലത്തിന്റെ അർത്ഥം പോലെ ചിലതിനെ റിവീൽ ചെയ്യുന്ന ഒരു സമയമായി ഈ പ്രഭാതം മാറട്ടെ. അത് എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. ചില പ്രത്യേക പർപ്പസുകൾ റിവീലാകുക, വെളിപ്പെടുന്ന ഒരു സമയമാണ് ഇന്ന്. പറഞ്ഞത് അത് എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ റിവീൽ ചെയ്യുന്ന, നിന്റെ ശുശ്രൂഷകളെ റിവീൽ ചെയ്യുന്ന, നിന്റെ ഈ ലോകത്തെ അയച്ചതിന്റെ ഉദ്ദേശത്തെ റിവീൽ ചെയ്യുന്ന ഒരു പകലായി ഇത് മാറ്റപ്പെടുമെന്ന് ഞാൻ പറഞ്ഞാൽ ചിലരാ ഗലീലയിലേക്ക് പ്രവേശിക്കുകയാണ്. പർപ്പസ് ഓഫ് സംതിങ് റിവീൽ ചെയ്യുന്ന ഒരു സമയത്തേക്ക് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പിടിച്ചു കയറ്റുന്നു. അത് വിശ്വസിക്കുന്ന ദൈവജനം ഒരുമിച്ച് കരങ്ങളെ തട്ടി ശക്തിയോട് അത്തരം ദൈവത്തിന്റെ പദ്ധതി, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇന്ന് പകലിൽ റിവീലാവുകയാണ്. ഇന്ന് പകലിൽ അത് വെളിപ്പെടുകയാണ്. ഇന്ന് പകലിൽ അത് വെളിപ്പെടുകയാണ്. നിങ്ങൾ ആരെന്ന് ദൈവം വെളിപ്പെടുന്നു. നിങ്ങൾ ആരുടെ മകനെന്നും മകളെന്നും ദൈവം വെളിപ്പെടുന്നു. നിങ്ങൾ ആരെന്ന ദേശത്ത് വെളിപ്പെട്ടു വരും. നിങ്ങൾ ആരെന്ന് നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെട്ടു വരും. നിങ്ങൾ ആരെന്ന് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വെളിപ്പെട്ടു വരും. ഇന്ന് പകലിൽ ചിലർ അവർ വെളിപ്പെടുത്തലുകൾ പരിശുദ്ധാത്മാവ് ചെയ്തിരിക്കുകയാണ്. എത്ര ദൈവമക്കളെ വിശ്വസിക്കുന്നു. ചിലരുടെ ഗലീലയിലേക്ക് കാലെടുത്തു വെക്കുന്ന സമയമായി മാറ്റപ്പെടുന്നു. ദൈവസഭ ചില ഗലീലയിലേക്ക് കാലെടുത്തു വെക്കുന്ന സമയമായി വെളിപ്പെടുത്തുന്ന, സഭയുടെ അധികാരങ്ങളെ വെളിപ്പെടുത്തുന്ന, ശുശ്രൂഷകളെ വെളിപ്പെടുത്തുന്ന, പുത്രനെ വെളിപ്പെടുത്തുന്ന ഒരു സമയമാണ്. Mahima ke